സമൂഹത്തിൽ സ്ത്രീകളെക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നത് പുരുഷന്മാരാണ്. അപ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പുരുഷന്മാരുള്ള നാട്ടിൽ ടിക്കറ്റ് എടുക്കാതെ സൗജന്യ യാത്ര പ്ലസ് അവർക്ക് ഇരുന്ന് യാത്രയാണ്. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന പുരുഷന്മാരും വണ്ടന്മാരും നമുക്ക് പിന്നെ മരുന്ന് ഡ്രസ്സൊക്കെ എല്ലാം വാങ്ങാമല്ലോ. ബസ് നൈസായിട്ട് വേണ്ട, വേറെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. മറ്റ് ഭർത്താവിൻ്റെ കീശയിൽ നിന്നൊക്കെ ചില്ലറ നുള്ളിപ്പെറുക്കി എടുത്ത് വെക്കണോ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറേ ബസ്സുകളൊക്കെ വെട്ടിച്ചിരിക്കും എന്ന് പറയുന്നത് കേട്ടല്ലോ. ടി.ടി ഒക്കെ മാറിയിട്ട് വേറെ എന്തെങ്കിലും ബോർഡ് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്കത് കയറാൻ പറ്റില്ലല്ലോ. എല്ലാ ബസ്സിലും വേണമെന്നില്ലല്ലോ. ഇപ്പോൾ തന്നെ 3225 ബസ്സിൽ ഇപ്പം ഉണ്ട്, 4120 ബസ്സിലുണ്ട്. അപ്പം ബസ് ഇനിയും കൂട്ടില്ല, ഗ്രാമങ്ങളിലേക്കൊക്കെ ഇനി ഉണ്ടല്ലോ. ഈ വരുമാനം കൂടുതലുള്ളവർക്കും വരുമാനം ഇല്ലാത്തവർക്കും ഒക്കെ ഒരേ ഇതായതുകൊണ്ട് അതിനോട് അനുകൂലിക്കുന്നില്ല. ചിലപ്പോൾ KSRTCയുടെ ഒരു ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയൊക്കെ വെച്ചിട്ട് പറ്റിയെന്ന് വരില്ല. എന്തായാലും ഇത് നല്ലൊരു തീരുമാനം തന്നെയാണ്. എല്ലാ സ്ത്രീകൾക്കും വേണ്ടെന്ന എൻ്റെ അഭിപ്രായം. റേഷൻ കാർഡ് വെച്ചിങ്ങാണ്ട് ഇതിന് യോഗ്യത ഉള്ള ആളുകൾക്ക് കൊടുക്കുക. ഈ എല്ലാവരും ചറപറ കയറിയിട്ട് ഫ്രീ നിറഞ്ഞിട്ട് ഇവർക്കൊക്കെ എന്ത് ഫ്രീൻ്റെ ആവശ്യമുള്ളത്? ഒരു മാസം സാലറി കിട്ടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരോട് ചോദിക്കണ്ടേ. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതൊരു നല്ല കാര്യം തന്നെയാണ്. പൈസയൊക്കെ ലാഭിക്കാമല്ലോ. സ്റ്റുഡൻസ് ആണെങ്കിലും മറ്റേ മണിക്കൂണിക്കൊന്നൊക്കെയാണെങ്കിലും ലാഭിക്കാം. ഒരു KSRTC കയറി അതിൽ നിറങ്ങി, രണ്ടാമത്തെ ബസ് കയറി അതും പോയി, മൂന്നാമത്തെ ഞങ്ങൾ ഇവിടത്തേക്ക് പോവുക, എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. സ്ത്രീകളെ സംബന്ധിച്ച് എത്രത്തോളം ഗുണം ഉണ്ടാവും? ഒരുപാട് ഗുണമുണ്ടാവും. ഇപ്പം ഞാനൊക്കെ തന്നെ കുറേ കാലം മുമ്പ് സർക്കാർ സർവീസിൽ കയറിയ ആളാണ്. അപ്പോൾ പല സമയത്തും ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം കേട്ടോ. പല സമയത്തും നമ്മളെടുത്ത് ചില്ലറയൊന്നും ഇല്ലാണ്ട് ചിലപ്പം ബസ്സിൽ കയറുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങൾ. ചില്ലറ ഇല്ലാണ്ട് കയറുമ്പോൾ രാവിലെ തിരക്കിട്ടൊക്കെ പോകുമ്പോഴേ ചേഞ്ച് ഉണ്ടാവില്ല, അപ്പോൾ പൈസ ഉണ്ടാവില്ല ചിലപ്പോൾ ആ സമയത്തൊക്കെ. ഇപ്പോൾ പിന്നെ ഓൺലൈൻ ഇതൊക്കെ ഉണ്ട്, ഗൂഗിൾ പേ ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾക്ക് വളരെ സൗകര്യം, എല്ലാവർക്കും നല്ല സൗകര്യം തന്നെ. ഭരണപരമായ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട കാര്യങ്ങളല്ലേ. ചിലപ്പോൾ KSRTCയുടെ ഒരു ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയൊക്കെ വെച്ചിട്ട് പറ്റിയെന്ന് വരില്ല. എന്തായാലും ഇത് നല്ലൊരു തീരുമാനം തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള കാര്യം. 60 വയസ്സ് കഴിഞ്ഞോ വയസ്സായ ആൾക്കാർക്കും കൂടി സൗകര്യം നൽകിയാൽ കൊള്ളാം. നല്ലതാണ്, നല്ല തീരുമാനം. അത് നല്ലതാണ്. 80 ഒന്നും ആയിക്കൊള്ളുന്നില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ ഒരു പുരുഷന്മാർക്ക് ജോലിക്കൊന്നും പോകില്ലല്ലോ. അതുകൊണ്ടൊരു ഫ്രീ ആയിട്ട് ബസ്സിന് ടിക്കറ്റൊക്കെ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയാലൊക്കെ നല്ലതാണ്. എല്ലാ ബസ്സിനും കിട്ടിയാൽ നല്ലതാണ്. നമ്മളൊന്ന് ഇറങ്ങി കയറിയൊക്കെ ചെയ്യണമല്ലോ ടൗണിലേക്ക് വരുമ്പോൾ. നമുക്ക് പിന്നെ മരുന്ന് ഡ്രസ്സൊക്കെ എല്ലാം വാങ്ങാമല്ലോ. ബസ് നൈസായിട്ട് വേണ്ട, വേറെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. മറ്റ് ഭർത്താവിൻ്റെ കീശയിൽ നിന്നൊക്കെ ചില്ലറ നുള്ളിപ്പെറുക്കി എടുത്ത് വെക്കണോ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാ ബസ്സിലും വേണമെന്നാണ് പറയണത്. പിന്നെ എല്ലാവരും അതിനെ എതിർക്കുന്നുണ്ട്. ഇത് അത്രയൊന്നും ഉണ്ടാവില്ല, ഇത് കുറച്ച് ദിവസത്തൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഹസ്ബൻഡിനെ എതിർക്കുക. ഞാൻ പറയുന്നത് അങ്ങനെ പറയല്ലേ, നമ്മളൊക്കെ ലീഗുകാർ തന്നെയാണ്. ഓല് കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, ഓല് എതിർക്കുന്നുണ്ട്. ആണുങ്ങൾക്കും ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ആണുങ്ങൾക്ക് അത്യാവശ്യം കൊടുത്തു പോട്ടെ. ഉപകാരം തന്നെയാണ്. ഡെയിലി യാത്ര ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സ്ത്രീകൾക്ക് എല്ലാ ബസ്സിലും നൽകണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. അങ്ങനെ ആവശ്യമുണ്ടോ? അങ്ങനെ ആവശ്യമില്ല, ഓർഡിനറി ബസ്സിന് മതി. നല്ലൊരു കാര്യമാണ്, പക്ഷേ ഇതിനോട് എനിക്ക് പൂർണ്ണമായിട്ടുള്ള യോജിപ്പില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും സമൂഹത്തിൽ സ്ത്രീകളെക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നത് പുരുഷന്മാരാണ്. അപ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പുരുഷന്മാരുള്ള നാട്ടിൽ ടിക്കറ്റ് എടുക്കാതെ സൗജന്യ യാത്ര പ്ലസ് അവർക്ക് ഇരുന്ന് യാത്രയാണ്. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന പുരുഷന്മാരും വണ്ടന്മാരും അവരുടെ അധ്വാനത്തിന് വിലയില്ല. ഈക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്ന സമൂഹത്തിൽ ഒരു കൂട്ടർക്ക് മാത്രം സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ അവിടെ എന്ത് ഈക്വാലിറ്റിയാണ് ഉള്ളത്? സ്ത്രീയും പുരുഷനും ഈക്വലാന്ന് പറയുന്നിടത്ത് എങ്കിൽ ഈക്വലായിട്ട് പോകണം. സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുമ്പോൾ അപ്പം നമ്മൾ ഒരാൾക്ക് 100 രൂപ കൊടുക്കുക എപ്പോഴാണ്? അവർക്ക് പ്രാപ്തി ഇല്ലാതിരിക്കുമ്പോഴാണ്. അപ്പോൾ സ്ത്രീകളെ ശരിക്കും അടിച്ചമർത്തല്ലേ ചെയ്യണേ? സ്ത്രീകൾക്ക് പ്രാപ്തിയില്ലെന്നല്ലേ കാണിക്കണേ? സ്ത്രീകൾക്ക് ഉയർന്നു വരണമെങ്കിൽ അവർക്ക് സ്വയം തൊഴിലും അവർക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ അവർക്ക് സൗജന്യ യാത്ര കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ലോങ് യാത്ര എന്നവർക്ക് തീരെയില്ല. പിന്നെ എന്തിട്ട് അതിൽ ഗുണമുള്ള? എനിക്ക് തീരെ യോജിപ്പില്ലാത്തൊരു കാര്യം. അനുകൂലിക്കുന്നത് സ്ത്രീകൾക്ക് ഇപ്പം കൊടുക്കുമ്പോൾ നന്നായിട്ട് തോന്നും. പിന്നീട് ഭാവിയിൽ ഇതെന്താവുന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ആശങ്കയുണ്ട്. എന്തായാലും ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ എന്തായാലും തീർച്ചയായും പണ്ട് പറയുന്നത് ഇത് പണ്ട് എത്രയോ നഷ്ടത്തിൽ പോയിരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ KSRTC. ഇപ്പോൾ അത് ഏത് രൂപത്തിലാണ് ഈ തരത്തിലെത്തിയത്? അതിനുശേഷം വീണ്ടും ഒരു ഫ്രീ ആയിട്ട് യാത്രക്കാരെ കൊണ്ടുപോകുമ്പോൾ അതിനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മുടെ ആശങ്ക. എന്തായാലും സ്വാഭാവികമായിട്ടും നമ്മുടെ സ്ത്രീകള് അധികം ആളുകൾ ജോലിക്ക് പോകാത്തവരാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ. അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യാതെ യാത്ര ചെയ്യാൻ സാധിക്കും. ഒരിക്കലും ബസ് കിട്ടാത്തതുകൊണ്ട് ജോലിക്ക് പോകാത്തൊരു സ്ത്രീ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കേരളത്തിൽ അങ്ങനെ ഒരു സ്ത്രീ ബസ് കിട്ടാത്തതുകൊണ്ട് ജോലിക്ക് പോകാത്ത എത്ര സ്ത്രീകളുണ്ട് എന്നുള്ള ഒരു കണക്കെടുക്കാം. അങ്ങനെയല്ലേ ഞാൻ പറയുന്നത്. ഈ സാമ്പത്തികമായിട്ട്
പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഹസ്ബൻഡിന് പൈസ മേടിക്കേണ്ടി വരും. അപ്പൊ ഇത്തരത്തിലൊരു പ്രൊജക്ട് ഉണ്ടാവുമ്പോൾ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര തീർച്ചയായും അതൊന്നുമല്ല ശരിക്കും ചെയ്യേണ്ടതില്ല. വെറുതെ ഒരു യാത്രക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ട് മാത്രം സ്ത്രീകൾ എന്താ പറയുക സ്വയം പര്യാപ്തമാവുന്നില്ല. അവർക്ക് വേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടുന്ന മറ്റുള്ള ഈ പണ്ട് കുടുംബശ്രീയൊക്കെ ചെയ്തിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള എന്തെങ്കിലും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് സമ്പാദിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ സമ്പത്തുകളുണ്ട്. സ്ത്രീ എന്ന നിലയിൽ എത്രത്തോളം ഗുണമുണ്ട് ഈ ഗ്യാരണ്ടീനെ കൊണ്ട്? അല്ല, ഇടക്ക് ഗുണം തന്നെയാണ്. ചില സമയത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് എന്തെങ്കിലും ഗുണമുണ്ട്. ഞാൻ എൻ്റെ മകളായിട്ട് ഇങ്ങോട്ട് കോഴിക്കോട് വന്നാണ് മണ്ണാർക്കാട് നിന്ന്. പക്ഷെ രാവിലെ എനിക്ക് ടിക്കറ്റ് ഫ്രീ കിട്ടിയില്ല. സ്ത്രീകൾക്ക് മാത്രമാണ്? സ്ത്രീകൾക്ക് കിട്ടില്ല. എൻ്റെ മകൾക്ക് കിട്ടിയില്ല. ഞാൻ എൻ്റെ കയ്യിൽ അതിൻ്റെ തെളിവുണ്ട്. പെരിന്തൽമണ്ണ വരെ ഞാൻ എടുത്തു. ഞാനാ പറഞ്ഞ പെരിന്തൽമണ്ണ ടൗൺ ടു ടൗൺ. ഇത് മലബാറിലെ ടി. അപ്പോൾ പെരിന്തൽമണ്ണ വന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ സ്റ്റേഷൻ മാഷിനോടൊന്നും ചോദിച്ചു നോക്ക് എന്താ പ്രശ്നം അങ്ങനെ. അപ്പോൾ പിന്നെ അയാൾ ശരിയാക്കി തന്നു. കോഴിക്കോട് വരെ നമുക്ക് സൗജന്യ യാത്ര കിട്ടി. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോടതി നമ്മളെ ഇവിടെ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് പറയുമ്പോൾ നമുക്കിപ്പോൾ പുരുഷന്മാർക്ക് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ നമുക്കത് വിഷമല്ല, സ്ത്രീകൾക്ക് കിട്ടേണ്ട സന്തോഷമുള്ളൂ. പക്ഷെ എല്ലാവരും സമത്വമായിട്ട് കാണാനുള്ള ഒരു ലെവലിൽ കൊണ്ടുവരണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അഭിപ്രായമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ അഭിപ്രായമാണ്. അതായത് കുടുംബത്തിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിലോട്ട് അക്കൗണ്ട് ക്രെഡിറ്റ് ആക്കും. അല്ലാതെ നമുക്ക് മറ്റുള്ളവരോട് പ്രൈവറ്റ് അല്ല, അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് കല്യാണം കഴിക്കാനും കല്യാണം കഴിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് അല്ലേ, ഡൈവേഴ്സ് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അനുകൂലിക്കുന്നില്ല വെച്ചാൽ നമ്മൾ ആണുങ്ങൾക്ക് നമ്മളെ കൊടുക്കേണ്ടിനും ജോലിക്കാർ തന്നെ ഇപ്പോൾ എല്ലാവരും കയറുക അതിനകത്ത് വണ്ടിയിൽ. ജോലി ഇല്ലാതെ ഇപ്പോൾ നമ്മളത്തെ ആൾക്കാർക്ക് അതിന് ജോലിയില്ല, കൂലിപ്പണി എടുക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ അടിയാണ്. UDF ഗവൺമെന്റിന്റെ നല്ല മഹത്തായ തീരുമാനമാണ്. സ്ത്രീകൾക്ക് മാത്രം നൽകുന്നത് പുരുഷന്മാർക്കും കൂടി കൂട്ട. ഏത് രൂപത്തിലുള്ള പുരുഷന്മാർക്ക്? അതായത് 60 വയസ്സിന് മേലുള്ള പുരുഷന്മാർക്ക് നല്ലതാണ്. പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് എല്ലാ ബസ്സിലും ഈ ഒരു ആനുകൂല്യം നൽകണമെന്നുള്ളതാണ് KSRTC-യിൽ. അതിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? എല്ലാ ബസ്സിലും വേണമെന്നില്ലല്ലോ. ഇപ്പോൾ തന്നെ 3225 ബസ്സിലിപ്പുണ്ട്, 4120 ബസ്സിലുണ്ട്. അപ്പം ബസ് ഇനിയും കൂട്ടില്ല, ഗ്രാമങ്ങളിലേക്കൊക്കെ ഇനിയുണ്ടല്ലോ. സ്ത്രീകൾക്ക് ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ പെരിന്തൽമണ്ണ പോയി വരാം. അപ്പോൾ അവിടുത്തെ സ്ത്രീകൾ വളരെ സന്തോഷത്തിലാണ്. എല്ലാവർക്കും നല്ലൊരു സന്തോഷമുണ്ട്. എല്ലാവരും വേറെ വേറെ കയറുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഫ്രീ കിട്ടിയെങ്കിൽ ആ പൈസ സ്ത്രീകൾക്ക് ശരിക്കും സേവ് ചെയ്യാൻ പറ്റും. അതൊരു ഇതല്ലേ. വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് അവരെ ആവശ്യത്തിന് എടുക്കാം. പിന്നെ പെട്ടെന്നൊരു സമയത്ത് ഒരു ബസ്സിൽ പൈസ ഇല്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചെന്ന് കയറാലോ. അധിക സ്ത്രീകളും പുരുഷന്മാർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് യാത്രയൊക്കെ ചെയ്യുമ്പോൾ. ഒരു മാസം സാലറി കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരോട് ചോദിക്കണ്ടേ. ഇതിപ്പോ അതിന്റെ ആവശ്യമില്ല. അതൊരു നല്ല കാര്യം തന്നെയാണ്. അനുകൂലിക്കുന്നുണ്ടോ വെച്ചാൽ അനുകൂലിക്കുന്നുണ്ട്. കാരണം സ്ത്രീ ഒരു പെണ്ണ് മാത്രമല്ല, നമ്മളെ അമ്മയാണ്, ഭാര്യയാണ്, പെങ്ങളാണ്, എല്ലാം. അപ്പോൾ അവർക്കൊരു ആനുകൂല്യം കൊടുക്കാമെന്ന് പറയുമ്പോൾ ഒരു ആങ്ങളുടെ സ്ഥാനത്തും ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്തും അല്ലെങ്കിൽ ഒരു മകൻ്റെ സ്ഥാനത്തും ഞാൻ അതിനെക്കുറിച്ച് നല്ലൊരു നമ്മളെ മന്ത്രി സതീശനോട് നല്ലൊരു തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം കേട്ടോ, അത് എൻ്റെ ഒരു ഇതിൽ പറയുന്നതെന്ന് അറിയില്ല. ഇങ്ങനെ ഈ സൗജന്യ യാത്ര കൊടുക്കുന്നത് കൂടിയിട്ട് ആ ബസ്സിൽ നമുക്കൊരു എല്ലാ KSRTC ബസ്സിലും ഒരു ബോക്സ് വെക്കുക. എന്നിട്ട് ഈ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ളൊരു പൈസ 10 രൂപ ആയിക്കോട്ടെ 20 രൂപ ആയിക്കോട്ടെ അതെല്ലാവരും ഇടുക. എന്നിട്ട് അത് ഇപ്പോൾ ആയിരക്കണക്കിന് KSRTC ഓടുന്നുണ്ടല്ലോ. അപ്പോൾ ആ പൈസ ഡെയിലി കണക്ട് ചെയ്തിട്ട് കൊല്ലത്തിൽ വരുന്ന ഓണത്തിന് അവർക്ക് എന്താക്കുക, ഈ ഓണം കഴിക്കുന്നവർക്ക് കിറ്റ് വിതരണം ചെയ്യുക. പിന്നെ അതിൽ പൈസ ഇടുന്നത് മുസ്ലിങ്ങൾ കയറുന്നുണ്ട്, പിന്നെ ഹിന്ദുക്കളെല്ലാം കയറുന്നുണ്ട്. പെരുന്നാൾ വരുമ്പോൾ അത് അവർക്ക് വേണ്ട ഇത് ചെയ്യുക. അതൊരു നല്ലൊരു ഇതാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവരും സന്തോഷമായി. KSRTC ആ ഒരു കിട്ടുന്നതോട് കൂടിയിട്ട് ഒരു നഷ്ടത്തിലേക്കല്ലാത്തൊരു രൂപത്തിൽ പോവുകയും ചെയ്യും എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. അതുകൊണ്ട് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അവർക്ക് അവർ ഇത് നൽകണമെന്ന് സതീശൻ നമ്മളെ മന്ത്രിയോട് എൻ്റെ ഒരു അപേക്ഷയാണ്. അനുകൂലിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ അത് ഈ വരുമാനം കൂടുതലുള്ളവർക്കും വരുമാനം ഇല്ലാത്തവർക്കും ഒക്കെ ഒരേ അതുകൊണ്ട് അതിനോട് അനുകൂലിക്കുന്നില്ല. 60 വയസ്സ് കഴിഞ്ഞ ആണുങ്ങൾക്ക് സൗജന്യം കൊടുക്കണമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. സാമ്പത്തിക അടിസ്ഥാനത്തിൽ അത് നടപ്പാക്കുന്നതോടെ എല്ലാ സ്ത്രീകൾക്കും നമുക്ക് അനുകൂലമല്ല.
എല്ലാ സ്ത്രീകൾക്കും വേണ്ടെന്ന എന്റെ അഭിപ്രായം. അതന്നെ സ്ഥിരം ജോലിക്ക് പോകുന്നവർക്ക് വേണ്ടെന്നുള്ളത് തന്നെയാണ്. പാവപ്പെട്ടവർക്ക് പിന്നെ അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉപകാരമായിരിക്കും. ജോലി ഇല്ലാത്ത പ്രായമായ ആണുങ്ങൾക്കും ഇതിൻ്റെ ഒരു ഗുണം കിട്ടിയാലും നല്ലതാണ്. തീർച്ചയായും ഗുണമുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ രാവിലെ കണ്ടല്ലോ ഇത്ര പൈസയൊക്കെ ലാഭിക്കാമല്ലോ. സ്റ്റുഡൻസ് ആണെങ്കിലും മറ്റേ ജോലിക്ക് വന്നിട്ടാണെങ്കിലും ലാഭിക്കാം. അത് ഏറ്റവും നല്ലതാണ്. അതൊരു നമുക്ക് ഒരു ഗ്യാസ് വാങ്ങാനോ സപ്പോസ് വീട്ടിലേക്ക് ചെലവിനോ അല്ലെങ്കിൽ ഒരു മരുന്ന് വാങ്ങണമെങ്കിലും മാറ്റി വെക്കാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും ഒരു 100 രൂപ അവർ ഡിപ്പെൻഡ് വാങ്ങാൻ ഡിപ്പെൻഡ് ചെയ്യണം. 10 രൂപ വേണ്ടി വണ്ടിക്കൊക്കെ ചില കൊടുക്കാതെ പോകുന്നവരുണ്ടാവും. അതൊക്കെ സംബന്ധിച്ച് നല്ലൊരു ഒരു ഗുണമാണ് എൻ്റെ അഭിപ്രായം. അതിലൊന്നും വലിയ സംഭവമൊന്നുമില്ല എന്നുള്ള എൻ്റെ അഭിപ്രായം. പെണ്ണുങ്ങൾക്ക് മാത്രം ഒരു ഫ്രീ അങ്ങനെയൊന്നും അതൊന്നും ശരിയുള്ള കാര്യമല്ല. പിന്നെ എന്നാ പിന്നെ ഒരു റേഷൻ കാർഡ് വെച്ചിങ്ങാണ്ട് ഇതിന് യോഗ്യത ഉള്ള ആളുകൾക്ക് കൊടുക്കുക. ഇത് എല്ലാവരും ചാറപാറ കയറിയിട്ട് ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊക്കെ എന്ത് ഫ്രീൻ്റെ ആവശ്യമുള്ളത്? ഒരു 20 കൊല്ലത്തെ 10 കൊല്ലത്തെ മുമ്പ് പ്രശ്നങ്ങൾ എന്തുണ്ട് ഇവിടെ? എല്ലാവരുടെ അടുത്തും നല്ല പൈസയുണ്ട്, എല്ലാവരും നല്ല പവറിലാണ് നടക്കുന്നത്. അത് നോക്കി നിങ്ങൾ കോഴിക്കോട് സിറ്റിയിലേക്ക് ഇപ്പോൾ കഷ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓൽക്കൊരു പേപ്പറൊക്കെ കൊടുത്തിട്ട് ഓൽക്ക് അത് കൊടുക്കുക. അല്ല കാണുമ്പോൾ മുഴുവൻ ബസ് കയറി ഫ്രീ ആക്കിയാൽ എങ്ങനെയാണ്? അമ്മമാരൊക്കെ വോട്ട് കൊണ്ടായിക്കല്ലോ വിജയിച്ച്, അപ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ കാണുന്നല്ലോ, അതുകൊണ്ടായിരിക്കും. അതിനെ അനുകൂലിക്കുന്ന എന്താ പ്രായം വന്നവർക്ക് സ്വന്തമായിട്ട് ജോലി എടുത്ത് ചിലപ്പം ജീവിക്കാൻ പറ്റാത്തവരൊക്കെ ആയിരിക്കും. അപ്പം അവർക്കൊക്കെ ഗുണം ചെയ്യും. ഓട്ടോറിക്ഷ കയറുന്ന ആൾക്കാർ ഓട്ടോറിക്ഷയിൽ തന്നെ പോകും, ബസ്സിൽ പോകേണ്ട ആൾക്കാർ ബസ്സിൽ തന്നെ പോകും. ഇപ്പോൾ ബസ് പോകാത്ത അടുത്ത് ഓട്ടോറിക്ഷയല്ലേ പോവുള്ളൂ. അപ്പോൾ അവിടേക്കൊക്കെ പിന്നെ ഓട്ടോ തന്നെ യൂസ് ചെയ്യേണ്ടവർക്ക് അനുകൂലിക്കുന്ന വെച്ചാൽ നല്ലതാണ്. പക്ഷേ അർഹതപ്പെട്ടവർക്ക് മാത്രം മതി, എല്ലാവർക്കും വേണ്ട. അതിൻ്റെ ആവശ്യമില്ല. ജോലി ഇല്ലാത്തവർക്കും പിന്നെ 60 വയസ്സിൻ്റെ മുകളിലുള്ളവർക്കാണ് കാര്യമായിട്ട് വേണ്ടത്. കാരണം 1,50,000 ഒക്കെ ശമ്പളം വാങ്ങുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഭാഗത്ത് നല്ലതുമാണ്. പിന്നെ ആണുങ്ങൾ പറയുന്നില്ലേ 60 വയസ്സായവർക്ക് അതിനൊരു മുൻഗണന കൊടുക്കണമെന്നും പറയുന്നില്ലേ, അതും നല്ലതല്ലേ. ഒരു ഭാഗത്ത് നല്ലതാണ്, ഒരു ഭാഗത്ത് ദോഷമുണ്ട്. ദോഷം വെച്ചാല് അതിപ്പോ ഞാൻ പറയുന്നില്ല. എന്തൊരു ഭാഗം നോക്കുകയാണെങ്കിലും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും, രണ്ടും ഉണ്ടാവില്ല. എൻ്റെ ഒരു ഇതില് ഒരാണുങ്ങൾക്കും ഒരു മുൻഗണന കൊടുക്കാൻ കുറേ ആണുങ്ങളില്ലേ, കാരണം അസുഖമായവരുണ്ട്, കാല് വയ്യാത്തവരൊക്കെ ഉണ്ട്. അവർക്കൊരു മുൻഗണന കൊടുക്കണമെന്ന് ഈ ലേഡീസിന് കൊടുക്കണ്ടെന്നാണ്. ഞാനൊരു ലേഡീസാണ്, അതല്ല. അവർക്കും ഈ 60ൻ്റെ അത് ചില അസുഖം 60 ഞാൻ പറഞ്ഞേ, ചില ചെറുപ്പക്കാരുണ്ടല്ലോ അസുഖമൊക്കെ ഉള്ളതില്ല, അവർക്കും കൊടുക്കാന്നാണ് എൻ്റെ ഒരു തീരുമാനം. ഇല്ലാത്തതുണ്ട്, അസുഖമായതുണ്ട്, കണ്ണ് കാണാത്തതുണ്ട്. അത് 60 ആവണമെന്നില്ല കേട്ടോ. ഞാൻ ലേഡീസിന് കൊടുത്തോണ്ട് അവർക്കും കൊടുക്കാം എന്ന് മാത്രം ഞാൻ പറയും. കുറേ ബസ്സുകളൊക്കെ വെട്ടിച്ചിരിക്കും എന്ന് പറയുന്നത് കേട്ടല്ലോ. ടി.ടി ഒക്കെ മാറിയിട്ട് വേറെ എന്തെങ്കിലും ബോർഡ് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്കത് കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഫിനാൻഷ്യലി കൊണ്ടു പോകും സർക്കാർ. പാവപ്പെട്ട സ്ത്രീകൾക്ക് ഇത് ബെനിഫിറ്റാണ്. സാധാരണഗതിയിൽ അവർ ഈ ഓർഡിനറി ബസ്സുകളിലൊക്കെ കയറുള്ളൂ, അത് അവർക്ക് ബെനിഫിറ്റാണ്. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനെ എന്തെങ്കിലും ജോലിയുള്ളവർക്ക് ആ ടൈമിന് എന്തായാലും അത് ഉപകരിക്കില്ല. അവർ കിട്ടിയ ബസ്സിന് പോകും, അല്ലാതെ ഉള്ള ആളുകൾക്കിത് ഉപകരിക്കും. ഒരു KSRTC കയറി അതിൽ നിറങ്ങി, രണ്ടാമത്തെ ബസ് കയറി അതും പോയി, മൂന്നാമത്തെ ഞങ്ങൾ ഇവിടത്തേക്ക് പോകുക, എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ചെയ്തു തന്ന നല്ല ഉപകാരങ്ങളൊക്കെയാണ്. പക്ഷെ അത് സാധാരണക്കാരെ ജനങ്ങൾക്കായിരുന്നു കൂടുതൽ കൊടുക്കേണ്ടത്. ഇത് 2 ലക്ഷം റുപ്യൊക്കെ സാലറി വാങ്ങുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ട് എന്ത് പ്രയോജനം? ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഒന്ന് കയറി അത് ഇറങ്ങി, രണ്ടാമത്തെ കയറി അതും പോയി. ഇനിയിപ്പം ഞങ്ങൾ ഇവിടുന്ന് കിട്ടുമെന്ന് ഏതായാലും ഞാനൊന്ന് നനഞ്ഞ് ഇനി കുളിച്ച് കയറാനിരിക്കുക. ആളുകൾക്ക് പിന്നെ സാവധാനത്തിലാവട്ടെ. നമ്മളെ നാട്ടിൽ നല്ല പ്രവർത്തനം, നല്ലൊരു ഇത് കാഴ്ചവെക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണം.